ഡോക്ടർ ബീന സത്യഭാമാദേവി, സീനിയർ കൺസൾട്ടൻറ്റ് SK ഹോസ്പിറ്റൽ, ഇടപ്പഴിഞ്ഞി, ട്രിവാൻഡ്രം. ഞാനിന്ന് നിങ്ങളോട് വളരെ നിങ്ങൾക്ക് പലർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ പെയിൻലെസ് ലേബർ. അപ്പോൾ എല്ലാ പെൺകുട്ടികളും ഗർഭിണിയായി കഴിഞ്ഞ് പ്രസവിച്ച് ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നതും അവരുടെ ആഗ്രഹവും അതാണ്. പക്ഷേ ചെറിയ പേർക്കെങ്കിലും ഈ ഡെലിവറി പെയിൻ എങ്ങനെ സഹിക്കും ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള വലിയൊരു ആകാംക്ഷയുണ്ട്. നമ്മൾ OP ഇരിക്കുമ്പോൾ പലരും വന്ന് ചോദിക്കും, എങ്ങനെയാണ് മാഡം പെയിൻ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണോ, അതിനെന്ത് ചെയ്യും, നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ടോ, പെയിൻ കുറയ്ക്കാൻ എന്ത് ചെയ്യണം, അങ്ങനെ പലരും ചോദിക്കാനുണ്ട്. അല്ലെങ്കിൽ ഡെലിവറി പെയിനെ പറ്റി തന്നെ ആലോചിച്ച് വളരെയധികം പേടിയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടോക്കാണ് ഇത്. അപ്പോൾ എങ്ങനെയാണ് ഡെലിവറി പെയിൻ ഒന്ന് ലഘൂകരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, പ്രഗ്നൻ്റ് ആയാൽ വേദന വന്ന് തന്നെ പ്രസവിക്കണം. അപ്പോൾ പണ്ട് ആൾക്കാർ പറഞ്ഞുള്ള വേദന അറിഞ്ഞ് പ്രസവിക്കണം എന്ന് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് അതായത് കൺട്രാക്ഷൻ ഉള്ളപ്പോൾ അതിൻ്റെ പെയിൻ അറിയാതിരിക്കാനുള്ള പല മാർഗങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാനിവിടെ ഒന്ന് വിശദീകരിക്കാം. സാധാരണ ഡെലിവറി പെയിൻ ചെറുതായിട്ട് തുടങ്ങും, കൂടി വരും. നല്ല പെയിൻ, നല്ല കൺട്രാക്ഷൻസ് ആകുമ്പോൾ സാധാരണ മിക്ക കുട്ടികൾക്കും നമുക്കൊരു പെയിൻ ലഘൂകരിക്കാനുള്ള ഇഞ്ചെക്ഷൻ മതിയാവും. അതായത് അത് ആ പെയിൻ ഫൈബേഴ്സിനെ ഒന്ന് തടയും, പെയിൻ സെൻസേഷൻ കൊണ്ടുവരുന്ന ഫൈബേഴ്സിനെ ഒന്ന് തടയും. പക്ഷേ കൺട്രാക്ഷൻ നിൽക്കില്ല. ആ കൺട്രാക്ഷൻ റെഗുലർലി എങ്ങനെയാണോ വരേണ്ടത് അതുപോലെ അങ്ങ് വന്നിട്ട് പ്രസവിക്കും. പക്ഷെ ചില കുട്ടികൾക്ക് ഇത് മാത്രം കൊണ്ട് അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ എപ്പിഡ്യൂറൽ അനസ്തീഷ്യ അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ അനാൽജെസിയ ഒന്ന് പറയുന്ന ഒന്ന് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് എപ്പിഡ്യൂറൽ അനാൽജെസിയ എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മുടെ സ്പൈനൽ കോഡിനെ കവർ ചെയ്യുന്ന മെംബ്രെയിൻസ് ഉണ്ട്. 2 മെംബ്രെയിൻസും 2 സ്പേസും ഉണ്ട്. അതിൽ എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറഞ്ഞൊരു സ്പേസിലോട്ട് നമുക്ക് ഈ വേദന കുറയ്ക്കുന്ന അല്ലെങ്കിൽ വേദന അറിയാതിരിക്കുന്ന മെഡിസിൻസ് പതുക്കെ കണ്ടിന്യൂസ്ലി ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് എപ്പിഡ്യൂറൽ അനൽജീസിയ. അതായത് നല്ല പെയിൻ വന്ന് തുടങ്ങുന്നു, പേഷ്യൻറ്റിന് പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല എന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ ഈ എപ്പിഡ്യൂറൽ അനൽജീസിയ കൊടുക്കും. അതിന് നമ്മൾ ഈ പേഷ്യൻ്റെ സ്പൈനൽ കോഡിൻ്റെ ആ ഭാഗത്ത് കവർ ചെയ്യുന്ന ഒരു എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറഞ്ഞൊരു സ്പേസിലോട്ട് ഒരു ചെറിയ ഘനം കുറഞ്ഞ ഒരു കത്തീറ്റർ ഇട്ടിട്ട് അതിൽ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഈ മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഈ എപ്പിഡ്യൂറൽ അനൽജീസിയ. അത് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ പേഷ്യൻറ്റിന് പെയിൻ അറിയില്ല, അതായത് പെയിൻ സെൻസേഷൻ കാണില്ല, പക്ഷേ കൺട്രാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അത് പലപ്പോഴും ഡെലിവറി വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. ഇത് ചെയ്യുന്ന യൂഷ്വലി അനസ്തറ്റിസ്റ്റ്, അതിന് എക്സ്പീരിയൻസ് ഉള്ള അനസ്തറ്റിസ്റ്റ് അല്ലെങ്കിൽ അനസ്തീഷ്യോളജിസ്റ്റാണ് എപ്പിഡ്യൂറൽ അനൽജീസിയ കൊടുക്കുന്നത്.